ഹലോ വെൽക്കം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് അതിരാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതേ നിവൃത്തിയുള്ളൂ. കാരണം ഞാൻ ട്രാവൽ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം പോയപ്പോഴല്ലേ മനസ്സിലായത് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. പിന്നെ അതും പോരാണ്ട് എനിക്ക് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകാനായിട്ട് അത്യാവശ്യം ഒരു 24 കിലോമീറ്റർ ഉണ്ട്, നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോൾ നമ്മൾ ആകെ ടയേർഡായി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കും. അങ്ങനെ പൈസ പൊടിയുന്ന കാര്യം അറിയില്ല കേട്ടോ. അപ്പം പൈസ ഒരുപാട് ചിലവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ കുറച്ച് നാൾ ഡേ ഇൻ മൈ ലൈഫും പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചാനൽ അത്യാവശ്യം ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും ഇടാണ്ട് ഇങ്ങനെ വെറുതെ എന്താ പറയുക, ഒന്നും ചെയ്യാണ്ടിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കുഴപ്പമില്ലാത്തൊരു റീച്ചൊക്കെ എൻ്റെ ചാനലിന് ബഹ്റൈനിലായിരിക്കുമ്പോൾ വന്നതായിരുന്നു കേട്ടോ. ആക്ച്വലി ബഹ്റൈനിൽ നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ ആ ചൂടൊക്കെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ നാട്ടിലത്തെ ചൂട് പറ്റണില്ല. ഭയങ്കര ടാൻ അടിക്കുക, പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡാവുക, അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങനെ ട്രാവൽ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണാൻ താല്പര്യമില്ല എന്നുള്ളത്. എങ്കിലും കുറച്ച് നാളത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ കാണാം കേട്ടോ, നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ എന്താണ്, അപ്പം ഇതെങ്കിലും ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഡെഡായി പോവും. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ്. ദോശയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇപ്പം ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ചമ്മന്തി എന്താ പറയുക, സവാളയും തക്കാളിയും കുറച്ച് നാളികേരവും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഞാനങ്ങനെ റെസിപ്പി ഒന്നും പറയുന്നില്ല. ഞാനൊക്കെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറായി പോവും. പിന്നെ അപ്പുറത്ത് കടല കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കടലക്കറിയാണ് ഇന്നത്തെ എന്താ പറയുക രാവിലത്തെ കറി എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കുകയാണ്. ഇവിടെ നോർമലി എല്ലാ ദിവസവും നാളികേര ചമ്മന്തിയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ആർപ്പാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഇതാണ് കൂടുതലിഷ്ടം നാളികേര ചമ്മന്തിയെക്കാട്ടിലും. അങ്ങനെ ഞാൻ ഈ വഴട്ടി വെച്ച സവാളയും തക്കാളിയും ഒക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഞാൻ പോയിട്ട് മുറ്റം അടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ മുറ്റം അടിക്കാനായിട്ട് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡും ഉണ്ട്, പിന്നെ ഫ്രണ്ട് വശം ഉണ്ട് അടിക്കാനായിട്ട്. അപ്പം അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മിക്സിയിൽ നമ്മൾ തണുക്കാൻ വെച്ച സാധനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം തന്നെ നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പം ചമ്മന്തി തയ്യാറായി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോഴേക്കും മനീഷേട്ടൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പാടത്തേക്ക്. അങ്ങനെ നടക്കാൻ പോയടത്തുനിന്ന് ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മോൻ ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല എന്താ പറയുക, നല്ല ഹൈ വോളിയത്തിൽ ഡിവോഷണൽ സോങ്സ് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ നടക്കാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ വോളിയത്തിൽ ഇവിടെ ഇങ്ങനെ ഡിവോഷണൽ സോങ്സ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ആൾ എന്താ പറയുക, ഇത് കേട്ട് പുറത്തങ്ങനെ ഇരിക്കും. അപ്പോൾ അനീഷേട്ടൻ നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ആൾക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ സുന്ദരമായ പ്രഭാതമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്ന് പാട്ട് കേട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാണ്. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ പൊടിയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സോഫയമലത്തെയും അതുപോലെ തന്നെ TV സ്റ്റാൻഡുമലത്തെയൊക്കെ അങ്ങനെ അടിച്ചു വാരുമ്പോഴാണ് സോഫയുടെ അടിയിൽ നിന്നൊക്കെ കുറേ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത്. ഇതൊക്കെ അച്ചുവിൻ്റെ പണിയാട്ടോ. കളിച്ചിട്ടെല്ലാം അവിടെ ഇവിടെയും കൊണ്ടുവന്നിടും.
അപ്പം നമ്മുടെ ഫാൻ നല്ല വെളുത്ത ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫാനിൻ്റെ പൊടി എല്ലാ ദിവസവും തട്ടും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും. പിന്നെ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് കർട്ടനൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ബഹ്റൈനിൽ പോയതിന് ശേഷം കർട്ടനൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കർട്ടൻ ഞാൻ അനീഷേട്ടനോട് ഊരിയെടുക്കാൻ പറയാണ്. എനിക്കത് ഊരിയെടുക്കാൻ നല്ല പ്രയാസം കേട്ടോ. പിന്നെ അതുമുണ്ടായിരുന്ന പൊടിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കയറാനൊക്കെ ഭയങ്കര പ്രയാസം കേട്ടോ. ഒരു 90s കിഡ്സൊക്കെ ഇപ്പോൾ അത്യാവശ്യം മുട്ടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് ജസ്റ്റ് അവർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും അങ്ങനെ മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കാര്യമാക്കാതെ ഞാൻ ഏന്തി വലിഞ്ഞ് കയറി അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ വീണ്ടും നമ്മൾ ബാക്കിയുള്ള പൊടികളും കൂടി ഒന്ന് തൂത്തുവാരി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ ദിവസവും ഒന്നും ഇതുപോലെയല്ല കേട്ടോ. എൻ്റെ എല്ലാ ദിവസങ്ങളും വേറെ വേറെ പോലെയാണ്. ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേ റുട്ടീൻ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ പോവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പെരുന്നാളാണല്ലോ. നമ്മൾ മലയാളികൾ എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്നവരല്ലേ. അപ്പോൾ ഓണത്തിനായാലും ഓണത്തിന് മുമ്പ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യും. അതുപോലെ വിഷു ആണെങ്കിലും ഒക്കെ നമ്മൾ മുന്നേ തന്നെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പെരുന്നാളായിട്ടും ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം തന്നെ സിറ്റ് ഔട്ടിലെ പൊടിയൊക്കെ തട്ടി മാറാരൊക്കെ തട്ടി ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഗാർഡൻ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാമെന്ന്. എൻ്റെ ഗാർഡൻ ഇതുപോലെ അല്ലായിരുന്നു കേട്ടോ, കുറച്ചും കൂടി നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ബഹ്റൈനിൽ പോയതിന് ശേഷം ഇവിടെ ആകെ കാട് നിറഞ്ഞു. അപ്പോൾ ഇപ്പം എനിക്ക് എവിടെ നിന്ന് തൊടണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലാണ്ട് ഞാൻ ഇത്ര നാളും വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാമെന്ന്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ നമ്മുടെ ഗാർഡൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. വീഡിയോ കണ്ട എല്ലാവർക്കും